ഹലോ ഗൈസ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വയനാട്ടിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കഷ്ടമാണ് അവിടുത്തെ അവസ്ഥ. സോ ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, എനിക്ക് വേണ്ടപ്പെട്ട എല്ലാവരും അവിടെ ഉണ്ട്. സോ ഞാൻ എല്ലാവരെയും കോൺടാക്ട് ചെയ്തതിന്റെ ബേസിൽ മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അവരുടെയൊക്കെ സിറ്റുവേഷൻ വളരെ മോശമാണ്. സോ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. സോ എൻ്റെ റിലേറ്റീവ്സും എല്ലാവരും ക്യാമ്പിലുണ്ട്. അപ്പം അവരെ കോൺടാക്ട് ചെയ്തതിന്റെ ബേസിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്. അവർക്ക് തോർത്ത്, അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, കുഞ്ഞുങ്ങൾക്കുള്ള നാപ്കിൻ, അതുപോലെ സാനിറ്ററി പാഡ്, കുഞ്ഞുങ്ങൾക്കുള്ള സെക്ടേഴ്സ്. അറിയാലോ ഇപ്പോഴത്തെ ഈ ഒരു തണുപ്പിൽ മഴയത്ത് അവർ വീട് പോലും ഇല്ലാതെ ക്യാമ്പിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. സോ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾ സഹായിക്കുക. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ബാംഗ്ലൂർ മലയാളീസ് എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ കയറ്റി അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാളെ രാവിലെ 10 മണിക്ക് പിക്കപ്പ് എടുക്കുന്നുണ്ട് ഇവിടുന്ന് മടിവാള കഫേയിൽ വെച്ചിട്ട്. അതുപോലെ തന്നെ കമ്പനഹള്ളിയും. സോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ബാംഗ്ലൂർ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ഇതിലേക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ മടിവാള കഫേയിൽ കൊണ്ടേ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യുക. സോ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരിത് സർവൈവ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്, ഭയങ്കര ചലഞ്ചിങ് ആണ്. സോ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ പൈസ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തിങ്സ് വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. പച്ചക്കറി ആവശ്യമുണ്ട്, അരി ആവശ്യമുണ്ട്, അതുപോലെ തന്നെ നെസസറി ആയിട്ടുള്ള തിങ്സ്, ബേസിക് ഇന്നർ വെയേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആവശ്യമാണ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക്, നിങ്ങൾക്കറിയാലോ കുഞ്ഞുങ്ങൾക്കുള്ള ഇടാനുള്ള ഡ്രസ്സസ്, 1 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടാനുള്ള ഡ്രസ്സസ്, അപ്പം ഇതൊക്കെയാണ് അവിടെ റിക്വേർഡ് ആയിട്ട് ഇപ്പോൾ പറയുന്നത് അവർ. സോ നിങ്ങൾക്ക് പറ്റുവാന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സഹായിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം നിങ്ങൾ പറ്റുന്ന ആൾക്കാർ ഒന്ന് കൊണ്ടുപോയി അവിടെ കൊടുക്കുക. ഓക്കെ, ഞങ്ങളും ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങളും ഇവിടെ കുറേ തിങ്സ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഞങ്ങൾ കൊണ്ടുപോയി മടിവാള കൊണ്ടേ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.